നമുക്കിന്ന് നമ്മുടെ ആസാം നൈറ്റ് മോഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ശകടം വന്നിട്ടുണ്ട്. നമ്മളതിൽ കയറി നേരെ പോവുകയാണ്. നമ്മൾ ബസാറിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ പോയി ബസാറിലോട്ട് പോകാൻ കുറച്ച് ദൂരമുണ്ട്. നമ്മൾ ടോട്ടയിലാണ് പോകുന്നത്. മക്കൾ രണ്ടുപേരും ഒരു സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഞാനും ചേട്ടനെയും കൂടി ഇപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. നമ്മൾ നേരെ തന്നെ ബസാറിൽ പോയിട്ട് ഓയിൽ വാങ്ങിക്കണമായിരുന്നു. ഓയിൽ നോക്കുകയാണ്. ഓരോ ഓയിൽ 300-400 രൂപയാണ്. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ ഇവിടെ ഓയിലിന്. പക്ഷേ റേറ്റ് വന്നിട്ട് 300-400 സംതിങ് ആണ്. എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാനാണെങ്കിൽ പാരച്യൂട്ട് ആയുർവേദിക്കാണ് വാങ്ങിക്കുന്നത്. അതൊട്ട് കിട്ടിയതുമില്ല. പിന്നെ അങ്ങനെ തിരിച്ചു വന്നു. വരണ വഴിയിൽ പഴം വെച്ച് ഇരിക്കുന്നത് കണ്ടു. പിന്നെ പഴം വാങ്ങിച്ചായിരുന്നു. പഴവും വാങ്ങിച്ചിട്ട് നേരെ പോയപ്പോൾ ദേ കണ്ടു പാനിപ്പൂരി കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീക്ക്നെസ്സാണ് പാനിപ്പൂരി. പിന്നെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി ഹസ്ബൻഡ് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോയി. ഞാനും മോളുമായിട്ട് നേരെ മൊമ്മോസ് കഴിക്കാൻ കയറി. നമുക്ക് രണ്ടുപേർക്കും മൊമ്മോസാണ് ഭയങ്കര ഇഷ്ടം. നമ്മൾ ചിക്കൻ മൊമ്മോസും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ മൊമോസൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ വീണ്ടും പാനിപ്പൂരി തന്നെ കഴിച്ചിട്ടിരുന്നു. മൊമോസ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ മൊമോസാണ് വാങ്ങിച്ചത്. ചേട്ടൻ വെജിറ്റേറിയനാണ്, നമ്മൾ 3 പേരും നോൺ വെജുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എൻ്റെ മുഖത്തിലെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മൊമോസ്. അങ്ങനെ നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നല്ല ചൂടും ഉണ്ടായിരുന്നു. ചൂടുണ്ടെങ്കിലും പക്ഷേ മൊമോസ് തീർന്ന വഴി അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കാലിയായിട്ടേ ആയിരുന്നു. മോളും സൂപ്പറെന്ന് പറഞ്ഞ് കഴിച്ചിട്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് മൊമോസും കഴിച്ചിട്ട് നേരെ തന്നെ വിചാരിച്ചു നമ്മൾ ഈ ആരോഗ്യത്തിന് ഹാനികരമായ ആഹാരങ്ങൾ കഴിച്ചാണല്ലോ ഇനി നമുക്ക് നടന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. നടന്ന് പോകാൻ വേണ്ടി ഇന്നിപ്പോൾ ഒരു പശു എന്നെ കുത്താൻ വേണ്ടി ഈ 2 പട്ടികൾ വന്നിട്ട് നമ്മുടെ ബാക്കിൽ നിന്ന് തന്നെ നടന്ന് വന്നിട്ടേയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറയും രാത്രി സമയത്ത് പ്രേതങ്ങളെ പിറകിന്നാണ് ഈ പട്ടികളിങ്ങനെ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വേസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിലും വേസ്റ്റ് അതിൻ്റെ അടുത്ത് താഴെ ഇട്ടാലേ ഇവിടെയുള്ളവർക്കും സമാധാനം വരുള്ളൂ. അച്ഛനും മക്കളും കൂടെ അങ്ങനെ നടക്കുകയാണ്. ഇന്ന് നോക്കിയപ്പോൾ ഹോട്ടലിൽ ചിക്കൻ കാലൊക്കെ അങ്ങനെ തൂക്കി വച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കി കൊതി വിടാമെന്നല്ലാതെ അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ പട്ടികൾ വീണ്ടും ഞാനാണെങ്കിൽ വന്ന് കടയിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് അവർ നടയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സ്റ്റാച്ചു കണ്ടായിരുന്നു കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് സ്റ്റാച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ പാട്ടും പാടി നടക്കുകയാണ് കേട്ടോ. അച്ഛനും മക്കളും കൂടെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ശങ്കുടു എൻ്റെ കയ്യിലേക്ക് വന്നു. നമ്മൾ രണ്ടുപേരായിട്ട് ഇങ്ങനെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി. അവൻ എന്നെ വലിച്ചുകൊണ്ട് ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. അവൻ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈ പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിൽക്കില്ല. അവനെ ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടണം. ഇത് ആളില്ലാത്ത റോഡ് വന്നപ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡും മോനും കൂടെ ഓട്ടമായിരുന്നു. ആ സമയത്തും ഒരു പട്ടി. ഈ രാത്രിയാകുമ്പോൾ പട്ടീൻ്റെ കണ്ണിങ്ങനെ ഇരുന്ന് തിളങ്ങണ കാണുമ്പോൾ പേടി തോന്നും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നേരെ വന്നപ്പോഴത്തേക്കും വിവേകാനന്ദ സ്റ്റാച്ചു ആണ്. അവിടെ തന്നെ ലൈബ്രറി ഉണ്ടായിരുന്നു, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരുന്നു. എല്ലാം സൈഡിൽ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് മെഡിസിനും ഉണ്ട്, ഇപ്പുറത്ത് ലൈബ്രറിക്കകത്ത് ബുക്കുകളും വെച്ചിട്ടുണ്ട് കേട്ടോ. വായിച്ചിട്ട് ആളുകൾ വച്ചിരിക്കുന്നതാണ്. നല്ല നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നത് കേട്ടോ. വിവേകാനന്ദ സ്റ്റാച്ചു ഒക്കെ കണ്ട് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും മോളിൽ തന്നെ ഗേറ്റ് തുറക്കണമെന്ന് പറഞ്ഞ് ഓടിപ്പോവുകയാണ്. മോയ് ആ ടൈം കൊണ്ട് തന്നെ ഉറക്കമായി കേട്ടോ. പിന്നെ നേരെ കൊണ്ട് കിടത്തി. ഇനി ഇതുപോലെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.